നീ ഇവിടെ അങ്ങോട്ട് മാറിയിക്ക. എന്റെ പെണ്ണും വരുന്നുണ്ട്. അവൾ പോയിട്ട് ഞാൻ വിളിക്കാം. നിന്റെ പെണ്ണോ? ഇവിടെ നിന്ന് ആകെ കുഴപ്പവും. ആ ഭാഗത്തേക്ക് പോ. ശിവാനി, ത്രിവിക്രം, ത്രിവിക്രം എവിടെ പോയിക്കായിരുന്നു നീ? എന്താ എന്നോട് ഒരു വാക്ക് പറയാതെ പോയത്? ഞാൻ എത്ര പേടിച്ചു പോയിന്നറിയോ? ശിവാനി, കാം ഡൗൺ. നോക്കി, ഞാൻ എത്ര ഹാപ്പിയാന്ന്. നീ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത്ര നേരം നിന്നെ കാണാതിരുന്നപ്പോ ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? ഒരു നിമിഷം നിന്നെ കാണാതാവുമ്പോ ഞാൻ എത്രമാത്രം പേടിക്കുമെന്നറിയോ ത്രിവിക്രം? പേടിക്കുന്ന എന്തിനാ? നീ എന്നിൽ നിന്നും അകന്നു പോകുന്നൊരു പേടിയാ എനിക്ക്. ത്രിവിക്രം, നീ എന്നെ വിട്ട് എങ്ങോട്ടും പോവില്ലല്ലോ? ഞാൻ നിന്നെ വിട്ട് എവിടെ പോന ശിവാനി? നിന്നെ കാണാതാവുന്ന നേരത്ത് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ത്രിവിക്രം. ആരോ നമ്മളെ തമ്മിൽ അകറ്റാൻ നോക്കുന്നുണ്ടെന്നോ, നീ ഒരു പക്ഷെ തിരിച്ചു വന്നില്ലെങ്കിലോ എന്നൊക്കെ ഓരോരോ ചിന്തകളാണ് ത്രിവിക്രം മനസ്സിൽ. ശിവാനി, താൻ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? ഞാൻ പുറത്തേക്ക് പോയി തന്നെ ഉപേക്ഷിച്ച് പോയതൊന്നല്ലോ. നിന്നിലേക്ക് കൂടുതൽ എടുക്കാൻ വേണ്ടിയാ. എന്നുവെച്ചാ? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ശിവാനി. നമ്മൾ രണ്ടുപേരെ അകറ്റാൻ ആരെക്കൊണ്ടും പറ്റില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അത് മാത്രം മതി എനിക്ക്. താൻ എന്തിനാ ഇങ്ങനെ കരയുന്നേ? വെറുതെ ഇമോഷണൽ ആവുന്ന എന്തിനാ? ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് ത്രിവിക്രം. അതുകൊണ്ട് ഇത്രയധികം സങ്കടം. ശിവാനി, താൻ അതൊന്ന് വിട്. ഞാനിപ്പോ വന്നല്ലോ. ഡാഡി എന്നെ വിളിച്ചിരുന്നു. ഞാൻ അകത്ത് പോയി എല്ലാവരോടും സംസാരിക്കട്ടെ. നിന്നെ എങ്ങാനും കാണാതായ ഞാൻ ഒരിക്കലും സങ്കടപ്പെടാൻ പോകുന്നില്ല, സന്തോഷിക്കേയുള്ളൂ. ദൈവമേ, ഇവന്റെ ശല്യം അങ്ങ് തീർന്നു കിട്ടിയല്ലോ എന്ന് വിചാരിക്കും. എത്രയും പെട്ടെന്നൊന്ന് പോയി തരുമോ? ഞാൻ ഓരോ തവണയും കരയുമ്പോ പറന്നിങ്ങ് വരുമല്ലോ നീ. നിന്റെ യജമാനത്തെ സുന്ദരി എന്നെ സങ്കടപ്പെടുത്തുന്നു, നീ വന്ന് എന്നെ സമാധാനിപ്പിക്കുന്നുവല്ലേ? എന്താ നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്? ഈ ദേഷ്യപ്പെടുമ്പോഴും കൂടെ വേണം, അത് കഴിഞ്ഞ് സമാധാനിപ്പിക്കുമ്പോഴും കൂടെ വേണമെന്നാണോ? വേണ്ട സുന്ദരി, ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഞാനിപ്പോ. നിന്റെ യജമാനത്തെ സുന്ദരിയോട് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് പറ. ഞാൻ നിന്റെ യജമാനത്തെ എന്തുമാത്രം പ്രണയിക്കുന്നുണ്ട്, എന്നിട്ടും എന്റെ പ്രണയം മനസ്സിലാക്കുന്നേയില്ല. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാലും എന്റെ പ്രണയം പറയാൻ പോയാലും അതൊക്കെ നാടകമാണ്, അതുപോലെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എന്റെ വായടപ്പിക്കും. അവൾക്ക് എന്റെ പ്രണയം മനസ്സിലാക്കാൻ പറ്റാത്തതാണോ, അതോ എന്റെ പ്രണയം ഒരിക്കലും മനസ്സിലാക്കാനേ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണോ എന്നും അറിയില്ല. സുന്ദരി, എന്റെ ശിവാനി, അവൾ എന്റെ പ്രണയത്തെ ദൂരെ അകറ്റി എന്റെ മുന്നിൽ വെച്ച് വേറൊരുത്തിന് ഇഷ്ടമാണെന്ന് പറയുമ്പോ എന്തുമാത്രം ദേഷ്യം വരുന്നുണ്ടെന്നറിയോ? സുന്ദരി, ഇന്ന് എന്ത് സംഭവിച്ചാലും ശരി, എന്റെ പ്രണയം ശിവാനിക്ക് എന്താണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കി കൊടുക്കും.
ഇന്നത്തെ പാർട്ടി തീരുമ്പോഴേക്കും അവളുടെ മനസ്സിനെ ഞാൻ മാറ്റിയെടുത്തിരിക്കും. അവളെന്നെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. എന്റെ അടുത്ത് വന്നിട്ട് തൃശ്ശൂൽ എനിക്ക് നിന്നെ തന്നെ വേണമെന്ന് പറയണം. പറയിപ്പിക്കും ഞാൻ. ചോദിക്കാതെ പറയാൻ നീ എവിടെ പോയതാ? ഇവിടെ ഉള്ളവർ എത്ര ടെൻഷൻ അടിച്ചു നിനക്കറിയോ? ഡാഡി കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതാ. അത്രയ്ക്കും വലിയ ജോലി എന്തായിരുന്നു? വീട്ടിലൊരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? മക്കളെ കാണാതാവുമ്പോ അമ്മമാർക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും അറിയോ? വീട്ടിലുള്ളവരാരും അത്ര സന്തോഷത്തിലല്ല. നിങ്ങൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ത്രിവിക്രം, എന്താ നീ പറയുന്നത്? അവര് നിന്റെ മാതാപിതാക്കളാ. അവർക്ക് സങ്കടം ഉണ്ടാവില്ലേ? അത് ഡാഡി. പോട്ടെ, വിട്ടേക്ക്. കൊച്ചുകുട്ടിയല്ലേ, മാതാപിതാക്കളുടെ സങ്കടം അവന് മനസ്സിലാവില്ല. ഇനി എന്ത് കൊച്ചുകുട്ടി? കല്യാണം വരെ ആയില്ലേ? ബ്രോ, ആരോടും ചോദിക്കാതെയും പറയാതെയും പോയാ എന്താ അർത്ഥം? കോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും അയക്കാമായിരുന്നില്ലേ? ത്രിവിക്രം, നിന്നോടായി ചോദിക്കുന്നത്. അവള് ചോദിച്ചതിന് മറുപടി പറ. നിന്നെ ആരും വഴക്ക് പറയല്ലടാ. നീ ചോദിക്കാതെയും പറയാതെ എവിടെ പോയതാണെന്ന് അറിയണം, അത്രമാത്രം. എവിടെ പോയതാ നീ? അത് എന്റെ ഫ്രണ്ടിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോയതാ. അതിനായിരുന്നു. എന്നാ പിന്നെ പറഞ്ഞിട്ട് പോയിക്കൂടെ? നിന്നെ പെട്ടെന്ന് കാണാതെ പോകുമ്പോ വീട്ടുകാർക്ക് എത്ര വിഷമമുണ്ടാവും അറിയില്ല നിനക്ക്? തൃശ്ശൂല എവിടെയുള്ള എല്ലാവരെയും സമാധാനിപ്പിച്ച് നിർത്തിയത്. അവനില്ലായിരുന്നെങ്കിൽ എന്താവും അറിയോ? ആദ്യം നീ അവനൊരു താങ്ക്സ് പറ. ത്രിവിക്രം, ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഈ സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നല്ലതല്ല. കല്യാണം കഴിയുന്നതുവരെ നീ ഇനി ഈ വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. അയ്യോ, നിങ്ങൾ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ കുറെ നേരോട്ട് ശ്രദ്ധിക്കാം. എല്ലാവരും കൂടി ചേർന്ന് അവനെ കടിച്ചു കയറുവാണല്ലോ. മരുമോനെ, നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. എന്ത് സംഭവിച്ചാലും നീ സ്ട്രോങ് ആയിട്ടിരിക്കണം. മരുമോനെ, പാർട്ടിക്ക് വേണ്ട എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. രണ്ടെണ്ണം അടിക്കാം. അങ്കിളെ, എന്താ നിങ്ങൾ തമ്മിലൊരു സ്വകാര്യം പറച്ചില്? ഞങ്ങൾ യൂത്തന്മാർ തമ്മിൽ പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഇങ്ങനെ പുറത്ത് പറയാൻ പറ്റുമോ? പാർട്ടിക്ക് ലേറ്റ് ആവുന്നു, വേഗം റെഡിയാവ്. ചെല്ല്. മരുമോനെ, വേഗം റെഡിയായി വാ. അടിക്കണ്ടേ ഈ സമയത്ത്? ശരി, ഞാൻ ഡ്രസ് ചെയ്ത് തരാം. ആദിശേഷൻ, എന്റെ ആദിശേഷൻ, ഇത്രയും സംവത്സരങ്ങളായി എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു കൊണ്ടു നടന്ന എന്റെ പ്രണയം നാഗലോകത്തായിരുന്നപ്പോ നിനക്കെന്റെ പ്രണയം മനസ്സിലായതേയില്ല. നീ അത് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ നാഗലോകത്ത് നിന്ന് നീ വിട പറഞ്ഞു പോയി. നീ പോയ കാലം മുതൽ മായാദ്വീപിനുള്ളിൽ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു ഞാൻ. നീ ഭൂമിയിൽ മറുജന്മമെടുത്ത കാര്യം എനിക്കിതുവരെ അറിയുവാനായില്ലല്ലോ. മറുജന്മമെടുത്തിട്ട് നീ ഭൂമിയിൽ എന്താണ് ചെയ്യുന്നത്? നിനക്ക് നാഗലോകത്തെ പറ്റി ഓർമ്മയേ ഇല്ലേ? അതോ ഓർമ്മയുണ്ടായിട്ടും ഇവിടെ ഒളിച്ചു നിൽക്കുകയാണോ? എന്തിനാണ് അതിശേഷ ഈ ജന്മവും നിന്നെ എനിക്ക് കിട്ടാതിരിക്കുവാനാണോ? നീ എത്ര തന്നെ എന്റെ കണ്ണു വെട്ടിച്ചു നടന്നാലും എനിക്ക് നിന്നെ കിട്ടിയേ മതിയാവൂ. ഇന്നു മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ എന്റേത് മാത്രമാണ്. നിന്റെ പ്രണയം എനിക്ക് തന്നെ ലഭിക്കണം. അതിനു വേണ്ടത് ഞാൻ തന്നെ ചെയ്തോളാം. ആദിശേഷ, ഇന്നു മുതൽ നമുക്ക് തുടങ്ങാം നമ്മൾ രണ്ടാളുടെയും പ്രണയത്തിന്റെ സർപ്പകാളകം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഗുഡ് ഈവനിങ് ആൻഡ് എ വാം വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മുടെ മധുമതിയുടെയും നന്ദീശന്റെയും മകനായ ത്രിവിക്രമന്റെ ബാച്ചിലർ പാർട്ടിയാണ്. ഇനി 4 ദിവസങ്ങൾക്കുള്ളിൽ ബാച്ചിലർ ലൈഫിൽ നിന്നും ഫാമിലി ലൈഫിലേക്ക് അവൻ മാറും. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എപ്പോഴും അവനിൽ ഉണ്ടാവണം. ത്രിവിക്രം, ഹാപ്പി ബാച്ചിലേഴ്സ് നൈറ്റ്. മതി കോട്ടിയത് നിർത്ത്. ബാച്ചിലർ പാർട്ടി എന്ന് പറയുന്നതേ വെറും കള്ളുകൂടി എൻജോയ്മെന്റ് മാത്രമല്ല. കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ മരുമകനെ പറ്റിയും ശിവാനിയെ പറ്റിയും എല്ലാവരും 2 വാക്ക് പറയണം.
ആരാ ആദ്യം പറയാൻ പോകുന്നേ? ആരെ വിളിക്കണം? യെസ്, സീനിയർ സിറ്റിസൺ. അമ്മായി, സീനിയർ സിറ്റിസൺ അമ്മായിയാണ്. ഇന്നത്തെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കോ? ഞാൻ എന്താടാ പറയേണ്ടത്? ഇനി അങ്ങോട്ട് അവര് സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കണം. എനിക്ക് അത്രമാത്രം മതി. സ്വീറ്റ് ആയിട്ട് നൈസ് ആയിട്ട് രണ്ട് വാക്ക് തന്നെ നിർത്തിയല്ലോ. വെരി ഗുഡ്. താങ്ക് യു. ശിവാനിയെ കുറിച്ച് രണ്ട് വാക്ക്. ശിവാനി എന്റെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്ന കുട്ടിയാണ്. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന് അവൾ ത്രിവിക്രമന്റെ ലൈഫിൽ എന്നെന്നും വെളിച്ചം പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അളിയ, ആദ്യത്തെ വാക്കി തന്നെ സ്വന്തം മരുമോളെ പൊക്കി പറഞ്ഞു നല്ല അമ്മാവനാണെന്നുള്ള പേരെടുത്തല്ലോ അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട് അളിയ. ചേച്ചി ഇതാ. ഞാനോ? അതെ ചേച്ചി, പിന്നല്ലാതെ ആരാ സംസാരിക്കണ്ടേ? മരുമോളെ കുറിച്ച് രണ്ട് നല്ല വാക്ക് പറഞ്ഞു അവളെ വശത്താക്കിക്കോ. പിടിക്ക്, തുടങ്ങിക്കോ. നീ ഒന്ന് ചുമ്മാതിരിക്കൂ ഗോവിന്ദ. അവളോട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത് തൃശൂലിന് കൊടുക്കാം. തൃശൂൽ, ഈ ജോഡിയെ കുറിച്ച് നിനക്കെന്താ പറയാനുള്ളത്? പറയ്. പേടിക്കണ്ട തൃശൂൽ, കല്യാണം നടക്കുന്നത് അവരുടെ അല്ലേ, അല്ലാതെ നിന്റെ അല്ലല്ലോ. പിന്നെ നീ എന്തിനാ നാണിച്ചിരിക്കുന്നേ? സംസാരിക്കേ. സംസാരിക്കടാ. ശിവാനിയെ പറ്റി പറയാനാണെങ്കിൽ വളരെ നല്ലൊരു കുട്ടിയാണ്. അവളെപ്പോലെ ഗുണങ്ങളുള്ളൊരു പെണ്ണിനെ കിട്ടണമെങ്കിൽ അതിന് പുണ്യം ചെയ്യണം. ശിവാനിയെ പോലൊരു പെണ്ണിനെ കിട്ടണമെന്നുള്ള ആഗ്രഹം അതെല്ലാ ആണുങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ ആരുടെയൊക്കെ തലയിൽ എന്തെഴുതിയിരിക്കുന്നോ അത് മാത്രമല്ല നടക്കും. ശിവാനിയെ പോലൊരു പെണ്ണിനെ കിട്ടണമെന്ന് തലയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അത് തടയാൻ ആരെക്കൊണ്ടാവില്ല. ഓഹോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. അടുത്ത കല്യാണം ഇവന്റെ ആണെന്നുള്ള സിഗ്നൽ വരെ തന്നല്ലോ. തൃശ്ശൂരിലും അങ്ങനെ ഒരു കുട്ടിയെ തന്നെ കിട്ടും. അല്ലേടാ തൃശ്ശൂർ? കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ആണോടാ? ഓ, ഓക്കെ. ശിവാനി, ഇനി നീ രണ്ടു വാക്ക് സംസാരിക്കുമ്പോളെ നിങ്ങളെ പറ്റി. തൃശ്ശൂര് പറഞ്ഞ കാര്യം സത്യമാണ്. നമ്മുടെ തലയിലെഴുത്ത് മാറ്റാനായിട്ട് ആർക്കും ഒരു കാരണവശാലും സാധിക്കില്ല. എന്റെ തലയില് ഞാൻ ത്രിവിക്രമന്റേതായി തീരണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അവനെ കിട്ടിയത്. മരുമോനെ, ശിവാനി സംസാരിച്ചത് കൊണ്ട് നീ സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല. നിനക്കും പറയാനുള്ളത് പറയാം. ദാ, നമ്മളിൽ ചിലർക്ക് ഈ ലോകം തന്നെ കീഴടക്കാനാവും എന്ന ആഗ്രഹം അങ്ങനെയല്ല. ആഗ്രഹിച്ച എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെന്നില്ല. എന്റെ ആ ലോകം ശിവാനിയാണ്. അതെനിക്ക് കിട്ടുകയും ചെയ്തു. ശിവാനി ഞാനിപ്പോ ഒന്നാകാൻ പോകും. യെസ്, എൻജോയ്. Shivani, I love you. Will you marry me?
അപ്പോ മോതിരം മാറ്റം കഴിഞ്ഞു. ഇനി ഒരു പാട്ട് കൂടി വെച്ചാൽ എല്ലാവർക്കും ചേർന്നൊരു ഡാൻസ് കൂടി കളിക്കായിരുന്നു അല്ലേ? ആ സോങ് പ്ലേ ചെയ്തേ.